നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 36-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഹിസ്കിയ രാജാവിൻ്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരീബ് യഹൂദയിൽ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്നവയെ പിടിച്ചു. അന്ന് അശൂർ രാജാവ് റബ്ശാക്കയെ ലാഖീഷിൽ നിന്ന് യെരുശലേമിലേക്ക് ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടുകൂടി അയച്ചു. അവൻ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കരികിലുള്ള മേലത്തെ കുളത്തിൻ്റെ കൽപ്പാത്തിക്കരികെ നിന്നു. അപ്പോൾ ഹിസ്കിയാവിൻ്റെ മകൻ എല്യാക്കീം, ഹിൽക്കിയാവിൻ്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരൻ ശെബനയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവൻ്റെ അടുക്കൽ പുറത്തു ചെന്നു. റബ്ശാക്കെ അവരോട് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത്, അശൂർ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിക്കുന്നത്? ചതഞ്ഞ ഓടക്കോലായ മിസ്രയീമിൽ അല്ലയോ നീ ആശ്രയിച്ചിരിക്കുന്നത്? അത് ഒരുത്തൻ ഊന്നിയാൽ അവൻ്റെ ഉള്ളം കൈയിൽ തറച്ചു കൊള്ളും. മിസ്രയീം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെ ആകുന്നു. അല്ല, നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടില്ലയോ? യഹൂദയോടും യെരുശലേമിനോടും നിങ്ങൾ ഈ യാഗപീഠത്തിന് മുമ്പിൽ നമസ്കരിപ്പിനെന്ന് കൽപ്പിച്ചത്. ആകട്ടെ, എൻ്റെ യജമാനനായ അശൂർ രാജാവുമായി വാത് കെട്ടുക. തക്ക കുതിരച്ചേവകരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ 2000 കുതിരയെ നിനക്ക് തരാം. നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാനൻ്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെയെങ്കിലും മടക്കും? രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നിങ്ങൾ മിസ്രയീമിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? യഹോവ എന്നോട് ഈ ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടു എന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എല്യാക്കീമും ശെബനയും യോവാഹും റബ്ശാക്കയോട്, അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. അതിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അതിന് റബ്ശാക്കെ, നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എൻ്റെ യജമാനനെ അയച്ചിരിക്കുന്നത്? നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യാൻ മതിലിന്മേൽ ഇരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ റബ്ശാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ എന്തെന്നാൽ, മഹാരാജാവായ അശൂർ രാജാവിൻ്റെ വാക്ക് കേൾപ്പീൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും. ഈ നഗരം അശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. അശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എൻ്റെ അടുക്കൽ പുറത്തു വരുവീൻ. നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും ഫലം തിന്നുകയും താന്താൻ്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുവീൻ. പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തൻ്റെ ദേശത്തെ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ? സെഫർവയീമിലെ ദേവന്മാരും എവിടെ? അവർ ശമരിയെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? യഹോവ യെരുശലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തൻ്റെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ? എന്നാൽ ജനം മിണ്ടാതിരുന്ന് അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു. ഹിൽക്കിയാവിൻ്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരൻ ശെബനയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്ന്
റബ്ഷാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു. ഹിസ്കിയാവിൻ്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സെൻഖെരീബ് തൻ്റെ സേനാനായകനായ റബ്ഷാക്കയെ യഹൂദയുടെ സൈന്യാധിപന്മാരുടെ അടുക്കലയച്ച് പറയിച്ച വാക്കുകളാണ് ഈ അധ്യായം. റബ്ഷാക്കയും സൈന്യവും ഇല്യാക്കീം, ശെബന, യോവാഹ് എന്നീ രാജഭൃത്യന്മാരോട് പറഞ്ഞത് യഹൂദ കീഴടങ്ങണം എന്നായിരുന്നു. അയാൾ സംസാരിച്ചത് യഹൂദ ഭാഷയിലായിരുന്നത് കൊണ്ട് ജനവും ആ ഭീഷണി കേൾക്കാനിടയായി. യഹൂദ ഭാഷയ്ക്ക് പകരം അരാം ഭാഷയിൽ സംസാരിക്കാമോ എന്ന് അപേക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. റബ്ഷാക്കെ പറഞ്ഞത്, ഒന്നാമത് ഹിസ്കിയാവ് മോശമുണ്ടാക്കിയ പിച്ചള സർപ്പത്തെ തകർത്തതിനാൽ യഹോവയ്ക്ക് ഹിസ്കിയാവിനോട് പ്രീതിയില്ല. രണ്ടാമത് യഹൂദ ആശ്രയിക്കുന്ന ചതഞ്ഞ ഓടക്കോലായ മിസ്രയീമ്യർ ശക്തരല്ല. മൂന്നാമത് ചുറ്റുമുള്ള ഹമാത്ത്, അർപ്പാദ്, സെഫ്രവീം, ശമരിയ തുടങ്ങിയ ജാതികളുടെയും ദേവന്മാർക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഹിസ്കിയാവിൻ്റെ വാക്കുകൾ ചതിയാണെന്നായിരുന്നു ഭീഷണി. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത്, യഹോവ കൽപ്പിച്ചിട്ടാണ് നീ ചെന്ന് യഹൂദയെ കീഴ്പ്പെടുത്തുക എന്ന് യഹോവ എന്നോട് പറഞ്ഞു എന്നാണ് ഈ അശൂർ രാജാവ് പറഞ്ഞയച്ചിരിക്കുന്നത്. ജനം ഹിസ്കിയാവെ വിട്ട് പുറത്ത് ചെന്ന് അശൂർ രാജാവിനോട് സന്ധി ചെയ്താൽ രക്ഷയുണ്ടാകും എന്നാണ് അദ്ദേഹം ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ മനോഹരമായ ഒരു ദേശത്തേക്ക് കൊണ്ടുപോകാം, നിങ്ങൾക്ക് നിങ്ങളുടെ അത്തിയുടെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് വിശ്രമിക്കാം, സ്വസ്ഥമായി കഴിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ ഭീഷണിയെങ്കിൽ ഹിസ്കിയാവ് പേടിച്ചില്ല. കാരണം ഹിസ്കിയാവ് നമുക്കറിയാം, അതായത് ഉസിയ രാജാവിൻ്റെ ദേവാലയത്തിൽ കടന്ന് ധൂപം കാണിച്ച, അതിനാൽ കുഷ്ഠരോഗിയായി തീർന്ന ഉസിയ രാജാവിൻ്റെ മകനായ യോഥാമിൻ്റെ മകനായ ആഖാസിൻ്റെ മകനാണ്. ദേവാലയത്തിൽ കടന്നതിനാൽ വലിയ വലിയ പനി, ഉസിയാവ് കുഷ്ഠരോഗിയായി. അതുകൊണ്ട് ഉസിയാവിൻ്റെ മകനായ യോഥാം ആ ദേവാലയത്തിൽ കടന്നില്ല. അപ്പനെ കുഷ്ഠരോഗിയാക്കിയ ആ ദൈവത്തെ അവന് വേണ്ട എന്ന് പറഞ്ഞതിനാൽ ജനം വിഗ്രഹാരാധികളായി അഴിഞ്ഞാടി നടക്കാനിടയായി. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ആഹാസ്. ആഹാസ് ദേവാലയം അടച്ചു കളഞ്ഞു, ഒരുത്തരും കയറണ്ട. പക്ഷെ അതുകൊണ്ടൊക്കെ ഇസ്രായേലിന് പരാജയമുണ്ടായി എന്ന് മനസ്സിലാക്കിയ ഹിസ്കിയാവ്, അവരുടെ മകനായ അദ്ദേഹത്തിൻ്റെ മകനായ ഹിസ്കിയാവ് അധികാരമേറ്റ ഉടൻ തന്നെ ചെയ്തത് പിതാക്കന്മാർ സ്ഥാപിച്ച വിഗ്രഹങ്ങളെയെല്ലാം, തൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ സ്ഥാപിച്ച ദേശത്തെ അല്ലെങ്കിൽ അവരനുവദിച്ചു കൊടുത്ത വിഗ്രഹങ്ങളെ നശിപ്പിച്ചു. എന്ന് മാത്രമല്ല, മോശ ഉണ്ടാക്കിയ ആ പിച്ചള സർപ്പത്തിന് നെഗുഷ്ടാൻ എന്നുള്ള പേര് നൽകി ജനം പൂജിച്ചിരുന്നു. അതിനെയും വെട്ടിക്കളഞ്ഞു. ദൈവത്തിനത് ഇഷ്ടമായിരുന്നു. ആ ദൈവം തന്നെ രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഹിസ്കിയാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് പ്രബലരായിട്ടുള്ള ആളുകളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ ദൈവം, സർവശക്തനായ നമ്മുടെ പിതാവ് പ്രവർത്തിക്കും, സഹായിക്കും. അതാണ് ഹിസ്കിയാവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായി സാധിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവനിൽ ആശ്രയിക്കാൻ വേണ്ടി ഒരുങ്ങുവാൻ ഈ ചിന്തകളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നു വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.